വേർപിരിഞ്ഞു. അവരെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. ഈമാനിക പ്രഭ ജ്വലിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സ് റബ്ബിന്റെ ഏത് വിധിയും സന്തോഷത്തോടെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധ്യമാകുന്ന വിധത്തിൽ ഇതിനോടകം പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു. വികാരഭരിതമായിരുന്നു ആ വേർപാട്. അവർ പരസ്പരം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ദുഃഖപൂർവ്വം വഴിപിരിഞ്ഞു. രാജകുമാരൻ പിന്നീട് വധുവായി തിരഞ്ഞെടുത്തത് മക്കളുള്ള ഒരു വിധവയെയായിരുന്നു. അബദ്ധം ഇനി ആവർത്തിക്കരുത്, ഇതായിരുന്നു രാജാവിന്റെ ഉള്ളിലിരിപ്പ്. യഥാർത്ഥ കാരണം അപ്പോഴും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ലല്ലോ. ചെറിയൊരു വിരുന്നോടെ വിവാഹം നടന്നു. ബല്യ ആദ്യ ഭാര്യയോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പുതിയ ഭാര്യയോടും തുറന്നു പറഞ്ഞു. രഹസ്യം സൂക്ഷിക്കാൻ പ്രത്യേക വസിയ്യത്ത് ചെയ്തു. അവൾ അത് സമ്മതിച്ചു. നാളുകൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായി കാണാതിരുന്നപ്പോൾ രാജാവ് പുതിയ ഭാര്യയെ വിളിച്ച് കാര്യമന്വേഷിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവൾ ആ രഹസ്യം പരസ്യമാക്കി. ഒന്നാം ഭാര്യയുടെ കഥയും രാജാവിനോട് അവൾ പറഞ്ഞു. രാജാവിന് കോപം സിരകളിൽ ഇരച്ചുകയറി. പിതാവിന്റെ കോപം മനസ്സിലാക്കിയ രാജകുമാരൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എവിടേക്കെങ്കിലും ഒളിച്ചോടി സ്വതന്ത്രമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാം. അല്ലെങ്കിലും കൊട്ടാര ജീവിതത്തോട് ആദ്യമേ താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ രാത്രി ആരോരും അറിയാതെ ബല്യ കൊട്ടാരം വിട്ടിറങ്ങി. നേരം പുലർന്നപ്പോൾ കുമാരനെ കാണാനില്ല. എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. വാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. രാജാവ് തളർന്നു. തന്റെ പ്രവൃത്തിയിൽ ദുഃഖം തോന്നിയ രാജാവ് മകനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ദൗത്യ സംഘങ്ങളെ പല ഭാഗത്തേക്ക് അയച്ചു. മകനെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് പല സമ്മാനങ്ങളും രാജാവ് വാഗ്ദാനം ചെയ്തു. അന്വേഷകർ പല ഭാഗത്തേക്ക് നീങ്ങി. കാടും മേടും അവർ അരിച്ചുപെറുക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു സംഘം വിജനമായൊരു ഗുഹയിൽ ആരാധനാ നിമഗ്നനായിരിക്കുന്ന രാജകുമാരനെ കണ്ടെത്തി. അവരുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ആദരപൂർവം അവർ കുമാരനെ സമീപിച്ച് കൊട്ടാര വിശേഷങ്ങൾ കൈമാറി. ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിയരെ, ഞാനിനി കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. ഭൗതിക സുഖങ്ങളിൽ എനിക്കൊട്ടും താല്പര്യവുമില്ല. അനശ്വര സുഖത്തിനായി അല്ലാഹുവിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. അതിനെന്നെ അനുവദിക്കണം. എന്നെ കണ്ടെത്തിയ കാര്യം നിങ്ങൾ ആരെയും അറിയിക്കരുത്. അക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടും. പരസ്യപ്പെടുത്തിയാലോ ഇരുലോകത്തും നാശമായിരിക്കും ഫലം. ഇല്ല, ഒരിക്കലും ഈ രഹസ്യം ഞങ്ങൾ പുറത്തു പറയില്ല എന്നവർ സത്യം ചെയ്തു പറഞ്ഞു. സംഘത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കി അദ്ദേഹവും അവിടെ നിന്നും യാത്ര തിരിച്ചു, എങ്ങോട്ടൊന്നില്ലാതെ. രാജാവിന്റെ സമ്മാനങ്ങളെ കുറിച്ചോർത്തപ്പോൾ അന്വേഷകർക്ക് രഹസ്യം മറച്ചുവെക്കാനായില്ല. അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന് വാക്ക് ലംഘിച്ചു. അവർ കൊട്ടാരത്തിലെത്തി രാജാവിനെ വിവരം ധരിപ്പിച്ചു.